ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ജിനോസ്. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റിയും വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സ്ഥിരം ഉള്ളിവടയൊക്കെ വീട്ടിൽ കഴിക്കാറുണ്ട്. എന്നാൽ ഈ സബോള, ഇത് ഒനിയൻ പക്കോട എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷല്ല, ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ സബോള നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 പച്ചമുളക്, കറിവേപ്പില, വേണമെങ്കിൽ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കണ്ട, അതിന് പകരം കറി ലീഫ് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഇതിനകത്ത് നമ്മൾ കടലമാവാണ് ചേർക്കുന്നത്. കടലമാവ്, നമ്മൾ എടുത്തേക്കുന്ന സബോളയുടെ ആവശ്യത്തിനുള്ള കടലമാവ്, പിന്നെ ക്രിസ്പി ആകാൻ വേണ്ടി ഞാൻ ഒരല്പം അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഞെരടി കൊടുക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാന്ന് വെച്ചാൽ സബോളയ്ക്കകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കിനും നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ ഈ കൺസിസ്റ്റൻസി നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത് ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റേലും നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കറി ലീഫ് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതേന്ന് കുറേശ്ശെ നമുക്ക് വലുതായിട്ടും ഉള്ളിവടയുടെ വലുപ്പത്തിലും ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കുന്നതിനായിരിക്കും ഒരു ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ ഉള്ളിവടയുടെ രീതിയിൽ ഉണ്ടാക്കിയാൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് മൊരിയുകയും ചെയ്യാം. അപ്പം മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഏത് ഫ്ലെയിമിൽ വേണമെങ്കിലും ഇടാം, പക്ഷേ കൂടെ നിൽക്കണമെന്നേ ഉള്ളൂ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് മൂത്തൊന്നും പോകത്തില്ല. അപ്പം ആദ്യത്തെ സൈഡ് ഒരുമാതിരി ഏകദേശം മൂക്കാറായി. ഇതുണ്ടാക്കുന്ന സമയത്ത് എൻ്റെ മക്കളെല്ലാം ഇങ്ങനെ തിന്നാൻ വേണ്ടി ആകാംക്ഷ മൂത്തിങ്ങനെ നിൽക്കും. ഇതിന് എന്നാ ടേസ്റ്റ് ആയിരിക്കും അമ്മേ, ടേസ്റ്റ്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ബോംബെ വെച്ച് ഇത് ഒത്തിരി കഴിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒനിയൻ പക്കോട റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അടുത്തത് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ്, കടലമാവ് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലില്ലാത്തത്. ബാക്കി എല്ലാം തന്നെ നമ്മുടെ കടലമാവ് ഉള്ള വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാലും കടലമാവ് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ആയിട്ട് ഇച്ചിരി വേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.